പ്രേക്ഷക പ്രീതിയുള്ള ഒരു കുടുംബം തന്നെയാണ് ജയറാമിൻ്റെ കുടുംബം. ജയറാമിൻ്റെ രണ്ട് മക്കളുടെ വിവാഹശേഷം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങൾ ഓരോ ദിവസവും കാത്തിരുന്ന് കാണാറുണ്ട്. ഇപ്പോഴിതാ കുടുംബസമേതം ഒരു യാത്ര നടക്കാൻ പോവുകയാണ് എന്നിവർ അറിയിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ എല്ലാ വർഷവും ട്രിപ്പുകൾ പോകാറുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം ജയറാമും പാർവതിയും ഒക്കെ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ കാളിദാസും താരണിയും ജയറാമും പാർവതിയും മാളവികയും ഭർത്താവും എല്ലാവരും കൂടി ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ വെക്കേഷൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാമെന്നുള്ള കാത്തിരിപ്പിലാണ്. എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എയർപോർട്ടിൽ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് എത്തിയിരിക്കുന്നത്. കുടുംബം മുഴുവൻ വീണ്ടും യാത്രയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് വേഗം വേഗം മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ പങ്കുവെക്കുന്നുമുണ്ട്. ജയറാമിൻ്റെ രണ്ട് മക്കളുടെ വിവാഹവും അടുത്തടുത്ത് നടന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത അത് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകരുടെ പ്രീതിയോടെ തന്നെ മുന്നേറുന്ന ഒരു കാഴ്ച. പ്രേക്ഷകർ ഇപ്പോൾ ജയറാമിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഏറ്റെടുക്കും. പ്രത്യേകമായി പറഞ്ഞാൽ കുട്ടികൾ എല്ലാവരും എത്തുന്നൊരു ചടങ്ങുണ്ടെങ്കിൽ എന്തായാലും പ്രേക്ഷകർ അത് ഏറ്റെടുക്കും. അതൊരു സത്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയ്ക്ക് കാത്തിരുന്ന് നോക്കിയത്. നിങ്ങളുടെ വെക്കേഷൻ സമയമായി എന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഉള്ളൂ. കുറേ അധികം നാളായല്ലോ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട്. അതിനുവേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല സംവിധാനം തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾക്കും യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കും. എല്ലാ കാര്യങ്ങളും കാളിദാസും മാളവികയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകർ മുടങ്ങാതെ കാണുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുകയാണ് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷക പ്രീതിയോടെ തന്നെ അത് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ അതിനെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധക പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ജയറാമിൻ്റെ കുടുംബം. അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോട് വളരെയധികം പ്രാധാന്യം തോന്നുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജയറാമിൻ്റെ കുടുംബം യാത്ര തുടങ്ങിയെന്നും അവരുടെ യാത്രകൾക്ക് ആശംസകൾ അറിയിച്ചുമാണ് പലരും എത്തുന്നത്. ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ആ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെ നന്നായി അറിയുന്നൊരു കുടുംബം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റി പറയാനുള്ളത്. പാർവതിയും ജയറാമും പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ മക്കളും അതേ രീതിയിൽ എത്തിയെന്ന് തന്നെ പറയാം. വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു കുടുംബം. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. കണ്ണന് പ്രണയമുണ്ട് എന്ന് പറഞ്ഞത് ചക്കിയാണ് എന്നും രസകരമായി വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവർ വിശദമായി സംസാരിക്കാറും പറയാറും ഒക്കെ ചെയ്യാറുണ്ട്. അതും ഒരു കൗതുകകരമായ കാര്യമായതുകൊണ്ട് തന്നെ ഇവരുടെ ആ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.